ഹലോ മച്ചമാരെ, എസ് ന്യൂസിലേക്ക് സ്വാഗതം. ദളപതി നാളെ മുതൽ തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. ഇനിയും മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുകയാണ്. പിറന്നാൾ ദിനത്തിൽ തീപ്പൊരി റിലീസുമായിട്ടാണ് രജനീകാന്ത് എത്തുന്നത്. ആദ്യ മണിക്കൂറുകളിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത് വലിയ രീതിയിലുള്ള ബുക്കിങ്ങോ അല്ലെങ്കിൽ വലിയ ചാർട്ടിങ്ങോ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇപ്പോൾ അവസാന മൂമെൻറ്റിലേക്ക് കയറുമ്പോൾ ചെന്നൈയിലും തമിഴ്നാട്ടിലും റെക്കോർഡ് വേഗത്തിലാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തു പോകുന്നത്. അതുപോലെ തന്നെ ഒരുപാട് തിയേറ്ററുകളിലേക്ക് ബുക്ക് മൈ ഷോ നോക്കുമ്പോൾ അതിൻ്റെ ഷോ കൗണ്ടുകൾ കൂടുന്ന ഒരു കാര്യവും കേരളത്തിൽ ഏകദേശം 60-ന് മുകളിലുള്ള തിയേറ്ററുകളിലുണ്ട് എന്നുള്ളതാണ് അപ്ഡേറ്റുകൾ സൂചിപ്പിക്കുന്നത്. എന്താണേലും ഈ ഒരു സിനിമ വരുമ്പോൾ നീണ്ട ഒരു ഓർമ്മപ്പെടുത്തൽ എന്ന് തന്നെ പറയാം. ഒരുപാട് പേർ ഒരു തരംഗമായി കണ്ട ഒരു തമിഴ് സിനിമ, പ്രത്യേകിച്ച് മലയാളികൾ ഈ ഒരു സിനിമയെ ഒരു ആഘോഷമാക്കിയ സിനിമ കൂടിയാണ്. വർഷങ്ങൾക്ക് മുമ്പ് മമ്മൂട്ടി ഒരു തമിഴ് സിനിമയിൽ അഭിനയിക്കുന്നു. അതിൻ്റെ ഒപ്പം തൊട്ടുകൂടെ നിൽക്കുന്നത് വേറെ ആരുമല്ല, ലോകത്തെ ഏറ്റവും വലിയ സൂപ്പർ താരവും. അങ്ങനെ ആ സിനിമ ഇറങ്ങിയപ്പോൾ അത് ഒരു മലയാള സിനിമയായി മലയാളികളും തമിഴ് സിനിമയായി തമിഴന്മാരും, ഒപ്പം മമ്മൂട്ടിക്ക് തമിഴിൽ വലിയ രീതിയിലുള്ള ഒരു മാർക്കറ്റും ആ ഒരു സിനിമയിലൂടെ ലഭിച്ചു. ആ ഒരു സിനിമയിലൂടെ മാത്രമല്ല മമ്മൂട്ടിക്ക് മാർക്കറ്റ് ലഭിച്ചത്, അതിനു മുമ്പ് വന്ന ഒരുപാട് സിനിമകൾ, CBI പോലെയുള്ള സിനിമകൾ, അതേപോലെ തന്നെ ന്യൂഡൽഹി എന്ന സിനിമ, അങ്ങനെയുള്ള സിനിമകളിലൂടെയാണ് മമ്മൂട്ടിക്ക് അവിടെ ഒരു മാർക്കറ്റ് വരുന്നത്. അങ്ങനെയാണ് രജനീകാന്തിനൊപ്പം മമ്മൂട്ടി ഈ ഒരു സിനിമയിൽ നായകതുല്യമായ കഥാപാത്രവുമായി എത്തുന്നത്. പിന്നീട് കണ്ടതെല്ലാം ചരിത്രമായിരുന്നു. പിന്നീട് ഒരു ഇൻഡസ്ട്രി ഹിറ്റും ഏറ്റവും മികച്ച സിനിമയെന്ന് തമിഴർ പോലും വാഴ്ത്തുന്ന ഏറ്റവും നല്ല സിനിമ, അതിനകത്തിൽ ഒരു പിടി മുന്നിൽ മമ്മൂട്ടിയും എന്ന് തമിഴർ പോലും ഇന്ന് പറയുന്നു. അതിനകത്തിലെ ഒരൊറ്റ സീൻ വെച്ചിട്ട് മമ്മൂട്ടിക്ക് വേണ്ടി 10ഓളം വർഷം കാത്തിരുന്ന ഒരു തമിഴ് സിനിമയും ഉണ്ടായി, പേരൻപ് എന്ന സിനിമ. പിന്നീട് നമ്മൾ കാണുന്നു വീണ്ടും ഇവരുടെ ഒരു കോമ്പിനേഷനിൽ ഒരു സിനിമ വരാൻ വേണ്ടി, പക്ഷേ ഇതുവരെ പിന്നീട് അത് സംഭവിച്ചില്ല. വീണ്ടും 30 വർഷങ്ങൾക്ക് അല്ലെങ്കിൽ 34ാമത്തെ വർഷം ഇങ്ങനെ ഒരു സിനിമ ഇറങ്ങുമ്പോൾ തിയേറ്ററുകൾ ആളിക്കത്താനുള്ള എല്ലാ ചാൻസുകളും കാണുന്നുണ്ട്. 4Kയിൽ റീമാസ്റ്റർ ചെയ്ത് ഈ ഒരു സിനിമ വരുമ്പോൾ ഒരുപാട് പേർ ഈ ഒരു സിനിമയുടെ ആരാധകരാണ്. അപ്പോൾ നിങ്ങൾ ആരൊക്കെയാണ് ഈ ഒരു സിനിമയുടെ ആരാധകർ? കമൻസിലൂടെ ഒന്ന് രേഖപ്പെടുത്താം. സബ്സ്ക്രൈബ് ചെയ്ത് തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു ബ്രോസ്.